ഇരിക്കുകയാണ്. വേറെ ഏതോ ഗേറ്റിൽ കൂടെ കുറേ ആളുകൾ അകത്തുണ്ട് കേട്ടോ. അവരെ പുറത്തേക്ക് വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് വിടുകയുള്ളൂ. അങ്ങനെ അവിടെ വന്ന് നിന്ന് അവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് നമസ്കരിക്കുകയോ ഓതുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേണ്ട റൗള ഷെരീഫിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് നമ്മളെ കയറ്റി വിടുകയാണ്. ശരിക്കും നമ്മൾ റൗള ഷെരീഫിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നുസൂക്ക് എന്നുള്ളൊരു ആപ്പ് വഴി നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും ഇത്രയും നേരത്തെ അവിടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. കയറാൻ പറ്റിയവരൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് 1 മന്തൊക്കെ മുന്നേ ബുക്ക് ചെയ്തിരുന്നവർക്കൊക്കെ എക്സാക്റ്റ് ആ ഒരു ഡേറ്റിൽ തന്നെ കിട്ടും. നമ്മൾ എന്നാണ് പോകുന്നത് അന്ന് കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് എന്നാണ് പോകുന്നതെന്നും എന്നാണ് വരുന്നതെന്നും ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ മക്കത്തേക്കും മദീനത്തേക്കൊക്കെ പോകാനുള്ള ഒരു അവസരം കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിംഹാസനം റൗള ഷെരീഫ് കാണാൻ എന്തേണ്ട പൊടി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന ലേഡീസിൻ്റെ സെക്ഷനിലൂടെയാണ്, ജെൻസിന് വേറെ സെക്ഷൻ ഉണ്ട്.